ഗുരുഗ്രാമിൽ 23-കാരിയുടെ മരണത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. വിവാഹം കഴിഞ്ഞ് 4 മാസങ്ങൾക്ക് ശേഷം നവവധുവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മകളുടെ ശരീരത്തിൽ വിഷപദാർത്ഥം കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് യുവതിയുടെ കുടുംബം ആരോപിച്ചു. ഇതിനെ സാധൂകരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. നാല് മാസം മുമ്പാണ് 26-കാരനായ അരുൺ ശർമ്മയും 23-കാരിയായ കാജൽ ശർമ്മയും വിവാഹിതരാകുന്നത്. സന്തോഷത്തോടെയുള്ള ജീവിതത്തിന്റെ അവസാന നാളുകളാണിതെന്ന് അവൾക്കറിയില്ലായിരുന്നു. വിവാഹത്തിന് മുൻപ് തനിക്കറിയാവുന്ന അരുൺ ശർമ്മയെ അല്ല വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ അവൾ കണ്ടത്. തനിക്കറിയാത്ത ഒരാളായി അയാൾ മാറുകയായിരുന്നു. ഗാസിയാബാദിലെ ലോണി സ്വദേശിയായ അരുൺ സെക്ടർ 9 ആശുപത്രിയിൽ റേഡിയോളജി ടെക്നീഷ്യനായാണ് ജോലി ചെയ്തിരുന്നത്. അതേ ആശുപത്രിയിലെ നഴ്സായിരുന്നു കാജൽ. 2 കൊല്ലത്തെ പരിചയവും സൗഹൃദവുമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ വിവാഹശേഷമാണ് അയാൾ ലഹരിക്കടിമയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. ലഹരി മരുന്നിനായി ഇയാൾ നിരന്തരം കാജലിനോട് പണം ആവശ്യപ്പെട്ടു. പണം നൽകില്ലെന്ന് അവൾ കടുപ്പിച്ചു പറഞ്ഞു. ഇത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. നിരന്തരമായ പ്രശ്നങ്ങൾക്കൊടുവിൽ ഈ മാസം ആദ്യമാണ് അവൾ സ്വന്തം വീട്ടിലേക്ക് മാറുന്നത്. പിന്നാലെ അരുണും അങ്ങോട്ട് വന്നു. പിന്നെയും പണം ആവശ്യപ്പെട്ട അരുണിനോട് തരില്ലെന്നു തന്നെയായിരുന്നു അവളുടെ മറുപടി. പണം തട്ടിയെടുക്കാൻ അവളുടെ ശരീരത്തിലേക്ക് ലഹരി പദാർത്ഥം കുത്തിവെച്ചു. ഇതാണ് കാജലിന്റെ മരണത്തിൽ കലാശിച്ചത്. ഭാര്യയിൽ നിന്ന് പണം തട്ടിയെടുക്കണമെന്ന് മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് ചോദ്യം ചെയ്യലിൽ ഗുരുഗ്രാം റെയിൽവേ പോലീസിനോട് അരുൺ തുറന്നു പറഞ്ഞു. യുവതിയെ കൊലപ്പെടുത്തണമെന്ന് ഉദ്ദേശമില്ലായിരുന്നു എന്നും പ്രതി പോലീസിനോട് കുറ്റം സമ്മതിച്ചു. ലഹരി പദാർത്ഥം കുത്തിവെച്ച സിറഞ്ച് ബാത്റൂമിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ലഹരി പദാർത്ഥമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു. സ്ത്രീധനത്തിന്റെ പേരിലുള്ള കൊലപാതകത്തിനുള്ള വകുപ്പുകളാണ് പ്രതിക്ക് മേൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.